ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചൂരക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മുടെ കിച്ചൺ ടു സ്റ്റഡിയിൽ നിന്നൊരു ചൂരക്കറിയുടെ റെസിപ്പിയാണ്. ചൂരക്കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയാം. ചെറിയ അരമുറി തേങ്ങ അരച്ചെടുക്കുകയാണത്. വലിയൊരു തക്കാളി ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം വലിയൊരു ഇഞ്ചി, ഒരു 10-15 വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി എടുത്തതാണ്. പിന്നെ ചെറിയ സവാള പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി എന്താ പറയുക, തൊലിയൊക്കെ കളഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, കൊടംപുളി തിളപ്പിച്ചെടുത്ത വെള്ളം, പിന്നെ നമ്മളെ മീൻ ചൂര ഒരു 6 കഷ്ണം മീൻ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇനി പൊടികളാണ് പിന്നെ വേണ്ടത്. അത് നമ്മൾ ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് സ്റ്റവിലേക്ക് പോകാം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റവിലേക്ക് പോകാം. കറിക്കുള്ള പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം അത് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ വാട്ടർ കണ്ടന്റ് ഒന്ന് മാറുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള, അതോടൊപ്പം തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചൂട് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ്, കുറയ്ക്കൊന്നും വേണ്ട. ഈ ചൂടിൽ തന്നെ വഴന്ന് വന്നോട്ടെ. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. 1 സ്പൂൺ ഉപ്പിടാം. ഇളക്കി കൊടുക്കാം. വഴന്ന് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ ചൂട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പൊടികൾ കരിയും. അപ്പോൾ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. കണ്ടല്ലോ. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയും മഞ്ഞളും ചേർത്ത് ഇനി മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കളറിന് വേണ്ടി 1.5 കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി, അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നല്ലപോലെ പച്ചമുളകൊക്കെ മാറി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി അടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത്. അത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം പുളി തിളപ്പിച്ച വെള്ളം, നമ്മുടെ കൊടംപുളി തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളി ചേർക്കാം. ഞാനൊരു 4 കഷ്ണം ചെറിയ പീസ് തിളപ്പിച്ച വെള്ളമാണ്. ഇത് മുഴുവൻ ചേർക്കണ്ട. നമുക്ക്
ആവശ്യം ഒരു പകുതി ചേർത്തിട്ട് പുളി നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ പുളി കൂടാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നതോടുകൂടി നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കി തേങ്ങ കൂടി അരച്ചത് ചേർത്ത് കൊടുക്കണം. ഒന്ന് തിളച്ചോട്ടെ. ഇവിടെ മുളക് തിളച്ചിട്ടുണ്ട്, നമുക്ക് തേങ്ങ അരക്കി ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബൗളൊന്ന് കഴുകി ഒഴിക്കാം. ചാറ് നമ്മളെ ഇഷ്ടത്തിന് ലൂസാക്കിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചത് കൊണ്ട് ഒത്തിരി ഇങ്ങനെ കട്ടായിട്ട് ഇരിക്കരുതല്ലോ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. കറിയുടെ രീതി ഞാൻ ഇത്രയും പരിവാക്കിയിട്ടുണ്ട്. വെള്ളം ഈ ഒരു രീതിയിൽ തിളച്ചിട്ടില്ല, തിളയ്ക്കണം. ഇനി നമുക്ക് സവാള കാട്ടുമ്പോൾ ഇട്ടുള്ള ഉപ്പാണല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ മീൻ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ, നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. തിളച്ചിട്ട് കുറച്ച് സമയമായി, കറി വറ്റിയിട്ടൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമുക്കിനി മീൻ പറക്കി വെച്ച് കൊടുക്കാം. കാരണം ഈ മീൻ ഉടഞ്ഞു പോവും, പൊടിഞ്ഞു പോകും എന്ന് പറയേണ്ട പ്രശ്നമൊന്നുമില്ല. ഈ ചൂരമീൻ എന്ന് വെച്ചാൽ പുളി തട്ടിക്കഴിഞ്ഞാൽ ഉറച്ചു പോകുന്നൊരു മീനാണ്. അറിയാലോ അല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഉപകാരമാവും, അറിയുന്നവർക്ക് പിന്നെ അറിയാം, പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പം ഇത് നല്ലപോലെ ഒന്ന് മീനിൽ നമ്മുടെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് ഒന്ന് വറ്റി വരട്ടെ. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഓക്കെ, കറി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിയെല്ലാം വറ്റി നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി മതിയാവും. നമുക്കിനി ഇതൊന്ന് താളിച്ചൊഴിക്കാം. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് നമ്മൾ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് താളിക്കാനായിട്ട്. ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമ്മൾ താളിക്കുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കും. നമ്മൾ ഫസ്റ്റ് ഉലുവ ഇട്ടത് കൊണ്ട് ഞാനിതിൽ ഇട്ടിട്ടില്ല. ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെലും മാത്രം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരപ്പ് റെഡിയാക്കുന്നതിൽ ഞാനൊരു 1/2 സ്പൂൺ വലിയ ജീരകവും 3 ചെറിയ ഉള്ളിയും അരിഞ്ഞ് ചേർത്തായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ അങ്ങനെ വലിയ ജീരകവും ചെറിയ ഉള്ളിയും അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ കറിയിലേക്ക് നമുക്ക് താളിച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ പ്രതീക്ഷ. അടുത്ത വീഡിയോ കാണാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി, നമസ്കാരം. താങ്ക് യു.